അബ്കി 400 പാർ ഇങ്ങനെ ഒരു അഖില ലോക തള്ള് നിങ്ങൾ എവിടെയാണ് കേട്ടത്? ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ന് മുകളിൽ പോകാൻ പോകുന്നു എന്ന് വിശ്വഗുരുവിൻ്റെ വിശ്വ തള്ളലായിരുന്നു. എത്ര കിട്ടി? കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ നേരത്തെ 303 സീറ്റിൽ നിന്ന് നേരെ 258 സീറ്റിലേക്ക് തലയും കുത്തി വീണു. അബ്കി 400 പാർ, അതായത് ഒറ്റയ്ക്ക് 400 സീറ്റിന് മുകളിലേക്ക്. എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്നറിയാം? അതായത് അണികൾക്ക് ഇല്ലാത്തൊരു സൈക്കോളജിക്കൽ ആവേശം കൊടുക്കാം. അതായത് മെൻ്റലി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മൾ ഇങ്ങനെ ആകാൻ പോകുന്നു എന്ന തരത്തിൽ ഒരു കൃത്രിമ ആവേശം ഉണ്ടാകാൻ പോവുകയാണ്. തളർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മറ്റൊരു തള്ളായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഇക്കുറി 100-ന് മുകളിൽ സീറ്റ് ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് പറയും. എന്തുകൊണ്ടാണ്? കേൾക്കുന്നവർക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടാകണം. ആ തോന്നൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് അവരുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം വലിയ പ്രതീക്ഷയില്ലാതിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രതീക്ഷകൾ കൊടുക്കണം. പ്രതീക്ഷകൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും അവർ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാകും. നമ്മൾ ജയിക്കില്ല എന്ന് പറയുന്നതിനപ്പുറം നമ്മൾ പറയാറില്ലേ, നമ്മളൊരു ആത്മവിശ്വാസത്തോടു കൂടി എന്തിനേയും നേരിടണം. ആ ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടി സതീശനെടുത്ത് പ്രയോഗിക്കുന്നതാണ് 100 സീറ്റിന് മുകളിൽ നമ്മൾ നേടിയിരിക്കും എന്നുള്ളത്. കേരളത്തിൽ 2026-ൽ കേട്ട ഏറ്റവും വലിയൊരു ഗ്യാസാണ് ഈ 100 എന്ന് പറയുന്നത്. സതീശനോട് വെല്ലുവിളിച്ച് പറയുകയാണ്, സതീശൻ ഒരു പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ജന്മകാലം, അതായത് ഈ ജന്മകാലം സതീശൻ അങ്ങനെ ഒരു സ്വപ്നം ഈ ആയുസിൽ നിർവഹിക്കാനേ പോകുന്നില്ല. കാര്യം കോൺഗ്രസിൻ്റെ അവസ്ഥ അത്ര പരിതാപകരമാണ്. കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ സംഘടനാ സംവിധാനം അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല. പിന്നെ എന്തൊക്കെയോ അങ്ങ് സംഭവിച്ചു പോകുന്നു എന്നതിനപ്പുറം അതിനൊരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് രണ്ട് കാര്യം കൊണ്ടാണ്. കേരളത്തിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിന് സതീശനും ലീഗും ഒപ്പം തന്നെ കാസയും ചേർന്ന് ഒരു വലിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിൽ 27% മുസ്ലിം സമുദായങ്ങളുണ്ട്. അതായത് SNDPക്ക് തൊട്ട് താഴെയായിട്ട് 27%-ഓളം മുസ്ലിമാണ്. ആ മുസ്ലിം കൺസോൾട്ടേഷന്റെ ഭാഗമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ട റിസൾട്ട് ഉണ്ടായത്. അതായത് മലബാർ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു മുന്നേറ്റം, അതിന് പിന്നിൽ ഈ കൺസോൾട്ടേഷനാണ്. വാ തുറന്നാൽ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയുന്നതിനെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണം എന്ന രീതിയിലേക്ക് ഇവർ വളച്ചൊടിച്ചു കൊണ്ടുപോകുന്നത് ആ വിഭാഗത്തിലെ മനുഷ്യർ സെൻസിറ്റീവാണ്, മതപരമായിട്ട് അടുത്ത് നിൽക്കുകയാണ്. അവരെ തെറ്റിദ്ധരിപ്പിക്കുക ഏറ്റവും എളുപ്പമാണ്. കാസ കൂസ ടീമുകളെല്ലാം കൂടി ചേർത്ത്, അതായത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ ഈ നാട്ടിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗക്കാരാണ് ഷാജൻസ്കറിയെയും കാസ ഉൾപ്പെടുന്ന വിഭാഗക്കാർ. മധ്യ കേരളത്തിലേക്ക് സതീശന്റെ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ കാസയുമായി ചേർന്ന് കാസയുടെ പിന്നിലുള്ള മുഴുവൻ വർഗീയ ടീമുകളെല്ലാം ഇവർ ഒരുമിച്ച് നിർത്തുകയാണ്. ഇതിനെക്കുറിച്ച് ആരെങ്കിലും കുറിച്ച് വിമർശിച്ചാൽ അത് ക്രിസ്ത്യാനിയെ വിമർശിക്കുന്നേ, മുസ്ലിമിനെ വിമർശിക്കുന്നേ എന്ന പ്രചരണമാണ് കൊടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ആകമാനം ഈ പറയുന്ന വികാരം ആഞ്ഞടിച്ചെങ്കിൽ 7 ആണ്. 7 ജില്ലകളിലാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തുകൾ. ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിയമസഭാ മണ്ഡലത്തിന് തുല്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. അതായത് 7 എന്ന ഈക്വലാണ് ജില്ലാ പഞ്ചായത്തുകൾ നിലനിൽക്കുന്നത്. കോർപ്പറേഷൻ ഏകദേശം 6 കോർപ്പറേഷൻ ഉള്ളതിൽ 4 കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളതാണ് ഇവർക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നത്. 500-ഓളം പഞ്ചായത്തും പിടിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ആ ഒരു പ്രതിഭാസം ഇവർ ജാതി മത വർഗീയ കൂട്ടുകെട്ടുകളിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ സത്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ നാട്ടിലെ ഏത് കൊച്ചു മനുഷ്യനും അല്പം സാമാന്യ ബുദ്ധിയോടുകൂടി ജില്ല തിരിച്ച് ആലോചിക്കുകയാണെങ്കിൽ നേരെ എഡ്ജ് മാത്രമാണ് UDFന് വന്നിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ ജാതി മത വർഗീയ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇടതുപക്ഷം എന്നിട്ട് പോലും 7 ജില്ലകളിൽ വിജയിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടെന്നല്ല കെടുതികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇത്രയും പേർ ഒരുമിച്ച് സംഘപരിവാറുകാരെ, ലീഗുകാരെ, സുഡാപ്പികളെ, മൗദൂദികളെ, കാസക്കാരെ, പിന്നെ ഈ നാട്ടിലെ സകലമാന മത നേതാക്കന്മാരെയും കണ്ട് നിങ്ങൾ കുപ്പിയിലിറക്കിയിട്ട് നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ ഇത്ര മാത്രമേ ചെറുതാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എന്നിട്ട് നാട് നീളെ
നേരത്തെ വിശ്വഗുരു തള്ളിയതുപോലെ അബ്കി സൗപ്പാർ 100-ന് മുകളിലേക്കെന്നൊക്കെ തട്ടി വിടാനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ, സതീശൻ ഉപയോഗിക്കുന്ന ആ സൈക്കോളജിക്കൽ തന്ത്രം, ഇതൊന്നും കേട്ടിട്ട് സഖാക്കന്മാരാരും വേവലാതിപ്പെടണമെന്ന് വേണ്ട. ഇതൊക്കെ ഒരുതരം വലിയ ഗ്യാസ് കുറ്റികളാണ്. ആ ഗ്യാസ് കുറ്റി ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ അങ്ങ് ശിഥിലമായിക്കോളും. 2021 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതുപോലെ വലിയ ഗ്യാസ് അടിച്ച് നടന്നത് അന്ന് ചെന്നിത്തലയായിരുന്നത് കൊണ്ട് ചെന്നിത്തലയുടെ സിൽബന്തിയായിട്ട് നടന്ന മറ്റൊരു വ്യക്തിയുണ്ട്. ആരെന്നറിയോ? ലീഗിന്റെ തന്നെ ഇളമുറ സുൽത്താനായിട്ടുള്ള പി കെ ഫിറോസ് പറഞ്ഞ ആ പ്രതികരണം കൂടി കേട്ടിട്ട് അന്ന് ഇവർക്ക് 95 സീറ്റ് കിട്ടിയോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഇതെല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും തളർന്ന് നാമാവിശേഷമായി കിടക്കുന്ന അവരുടെ സംവിധാനങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് പൈസ കൊടുത്ത് ഉണർത്തിയെടുത്തതിന് ശേഷം ഇനി വരുന്ന കുറെ സർവേ ഫലങ്ങൾ കൂടി അങ്ങ് പുറത്തേക്ക് വിട്ടിട്ട് ഇതാ ഞങ്ങൾ വന്നു കഴിഞ്ഞു എന്ന് ഈ നാട്ടിൽ മധുര മനോജ്ഞ സ്വപ്നം കെട്ട് ജീവിക്കുന്നവർ കഴിഞ്ഞ കാലത്തിലും അത് ചെയ്തിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പുതിയ കാലഘട്ടത്തിൽ അത് മറന്നുപോയത് കൊണ്ടാണ് ഇപ്പോൾ 100 എന്ന് തള്ളി മറിക്കുന്നതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്തെന്ന് ബോധ്യപ്പെടുത്തും.